On behalf of all the graduates, I now call upon Dr. Sergeant T. Alex, student representative of the 2011 MBBS batch, for the reply speech. What we do for ourselves dies with us. What we do for others and the world remains and is immortal. Most respected dignitaries on and off the dais, most loving parents and all my dear friends. A very warm good afternoon to one and all. My first question is to you, my dear graduates. Do you remember the first day we came here? August 1st, 2011. It seems like yesterday, but I am proud to remind you that today we are completing 6 whole years in Pushpagiri, to be precise 2190 days. I take this moment to humbly and wholeheartedly thank the Lord Almighty. The legacy that is being passed on to us today is a holy and sacred commitment. To the Almighty, to our teachers, to our parents, to each one of us, and to the helpless eyes looking on to us. This is the day we learn to see not just ourselves, but the bigger world around us and make Pushpagiri proud wherever we are. The best way to express my emotion is through my mother tongue, Malayalam. അതുകൊണ്ട് ഇനി ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. ആദ്യമായിട്ട് ഡൈസിലിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് നമ്മുടെ ആത്മീയ പിതാവ്, ബാച്ചിൻ്റെ പേരിലും പുഷ്പഗിരിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ പറയും. അടുത്തതായിട്ട് വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ വേദിയെ നിറച്ച നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ PGR പിള്ള സാർ, സാറിൻ്റെ സാന്നിധ്യത്തിന്, സാർ ഇവിടെ വന്നതിന് ഒക്കെ ബാച്ചിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഏതൊരു കാര്യത്തിലും നമുക്കൊപ്പം നിൽക്കുന്ന, ഏതൊരു കാര്യത്തിലും നമുക്ക് മുമ്പേ ചിന്തിക്കുന്ന നമ്മുടെ CEO റവറൻഡ് ഡോക്ടർ ഫാദർ ഷാജി മാത്യൂസ് വാഴയിൽ അച്ഛന് എൻ്റെ പേരിലും ബാച്ചിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തായി നന്ദി പറയേണ്ടത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ ഡോക്ടർ TP തങ്കപ്പ സാർ. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങളുടെ അക്കാഡമിക്സ് കാര്യങ്ങളിലും ഞങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുമൊക്കെ ഒരുപോലെ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറിന് എൻ്റെ പേരിലും ബാച്ചിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തായിട്ട് നന്ദി പറയേണ്ടത് ഈ കോൺവക്കേഷൻ സെറിമണിയുടെ ഓരോ കാര്യത്തിലും, ഈ ഗ്രാജുവേഷൻ്റെ ഓരോ വേളകളിലും ഉണ്ടായ ഓരോ പ്രശ്നങ്ങളിലും ഞങ്ങൾക്കൊപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു മഴുവഞ്ചേരി അച്ഛൻ, അക്കാഡമിക്സ് ഡയറക്ടർ ആൻഡ് റിസർച്ച് അച്ഛന് ഞാൻ എൻ്റെ പേരിലും ഓൾ ബാച്ചിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിക്രം ഗൗഡ സാർ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു വടക്കേക്കുറ്റ്, ഫാദർ മാത്യു പടിപ്പുരയിൽ, ഫാദർ ജോൺ പടിപ്പുരയിൽ, ഫാദർ ജോൺ വലിയപറമ്പിൽ, ഹോസ്റ്റൽ വാർഡൻസ്, സിസ്റ്റേഴ്സ്, മറ്റു വൈദികരെ. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗ്രാജുവേഷൻ ഡേയ്ക്ക് പങ്കെടുത്ത് അവിടെ ഇരുന്ന ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. അതായിരുന്നു ഞാൻ. വർഷം പലത് കഴിഞ്ഞ് ഞാനും ഇവരും ഈ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ വേദിയിൽ എത്തിച്ചത് ഈശ്വരനൊപ്പം നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഞങ്ങളെ ഇവിടെ എത്തിച്ചപ്പോൾ കാലം ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യം തന്നെ ഓരോ ഗ്രാജുവേറ്റും നന്ദി പറയേണ്ടത് മാതാപിതാക്കളോടാണ്. നിങ്ങളാണ് ആദ്യം സ്വപ്നം കണ്ടത്. ആ സ്വപ്നമാണ് നിങ്ങൾ ഞങ്ങളെ കാണിച്ചത്. ആ സ്വപ്നത്തിൻ്റെ നിറകോടിയിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ പല മാതാപിതാക്കളുടെയും മുഖങ്ങൾ എനിക്ക് കാണാം. അവരുടെ മുഖത്ത് ഞാൻ കാണുന്നു ഇല്ലായ്മകളിലും സ്വന്തം മക്കളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് മാതാപിതാക്കളെ. സ്വന്തം ജീവിതത്തിൽ സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ നിറവേറ്റിയിട്ട് ഈ സമൂഹത്തോടെ ഉറച്ച മനസ്സോടെ എൻ്റെ ജീവിതത്തിൽ പുതിയൊരർത്ഥമുണ്ടായി എന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളെ എനിക്ക് കാണാം. ഇത് അവരുടെ ദിവസമാണ്. അതോടൊപ്പം തന്നെ ഓരോ ഗ്രാജുവേറ്റിനും ഒപ്പം നിന്ന ഒരു ഫാമിലിയുണ്ട്. മാതാപിതാക്കൾക്കൊപ്പം നിന്ന അവരുടെ സിബ്ലിങ്സ്, അവരുടെ കസിൻസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ കൂടി വിജയത്തിൻ്റെ ദിവസമാണിത്. അടുത്തതായി ഞാൻ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ റോൾ മോഡൽസ്, ഞങ്ങളുടെ മുൻഗാമികൾ, പിൻഗാമികളായി ഞങ്ങൾക്ക് വഴിയൊരുക്കിയവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. അവരാണ് ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. പ്രയത്നം കൊണ്ടും പുതിയ പുതിയ അറിവുകൾ കൊണ്ടും
അവർ ഞങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു. അവൾ ഞങ്ങൾക്ക് നൽകിയ പരിരക്ഷണം എത്ര വിലമതിച്ചാലും അതിനൊക്കെ അപ്പുറമാണ്. അതോടൊപ്പം തന്നെ നന്ദി പറയേണ്ട വേറൊരാൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയേഴ്സ്. അവരിൽ പലരും ഇന്നിവിടെ ഇല്ല. പക്ഷേ ഞങ്ങൾ വന്ന ദിവസം മുതൽ ഞങ്ങളോട് സ്നേഹത്തോടെ, ഞങ്ങളുടെ സീനിയറായി, ഞങ്ങളുടെ സുഹൃത്തായി ഞങ്ങൾക്കൊപ്പം നിന്ന, ഓരോ പരീക്ഷയിലും ഓരോ ജീവിതത്തിലും ഞങ്ങൾ വീണു പോയപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചതാണ്. നിങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ അവർ കാണിച്ച വലിയ മനസ്സാണ് ഞങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയാത്ത, എവിടെയോ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ സീനിയേഴ്സിനും ഒരുപാട് നന്ദി. അടുത്തതായി നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ജൂനിയേഴ്സ് 11th ബാച്ച്. അവരിപ്പോൾ ഹൗസ് സർജൻസ് ആണ്. എനിക്ക് ആദ്യം അവരെ പറ്റി ഓർക്കുമ്പോൾ തന്നെ തോന്നുന്നത് ഞങ്ങളും അവരും തമ്മിൽ നടന്ന ഒരു വലിയ തല്ലാണ്. ഞങ്ങൾ അവർ തമ്മിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്, ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ കാണുമ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിന്, കരുതലിന് അവരിൽ പലരെയും ഞാനിവിടെ ഞാനല്ല ഈ നന്ദി പറയുന്നത്, ഈ ബാച്ച് ഒന്നടക്കമാണ് നിങ്ങളോട് നന്ദി പറയുന്നത്. ഒരുപാട് നന്ദി. അതുപോലൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ, ഈ പ്രോഗ്രാം ഇത്രയും നന്നായി നടക്കാൻ ഇതിന് പിന്നിൽ ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട 12th ബാച്ച്. അവരൊരുപാട് പേര് അവരുടെ കഠിന പ്രയത്നം കൊണ്ടാണ്, അവരൊരുപാട് പേര് കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നടത്തിയ ഹോംവർക്ക് കൊണ്ടാണ് നമുക്കൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അവർക്കെല്ലാവർക്കും എൻ്റെ പേരിലും ബാച്ചിൻ്റെ പേരിലും ഞാൻ നന്ദി പറയും. ഞങ്ങളുടെ 15th ബാച്ചിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി നന്ദി പറയേണ്ടത് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത് ആരൊക്കെ എന്തൊക്കെ ഞങ്ങളോടൊപ്പം തങ്ങൾ വേദനകളിലായിരിക്കുമ്പോൾ പോലും ഞങ്ങൾ ചെല്ലുമ്പോൾ ചിരിച്ച മുഖത്തോടെ ഇവരാണ് നാളത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ച ഞങ്ങളുടെ പേഷ്യൻസാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചെങ്കിൽ അത് അവർ പറയാതെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അതിൽ പലരെയും എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളിൽ പലർക്കും ഓർമ്മയില്ല. പക്ഷേ അവരൊക്കെ എവിടെയൊക്കെയോ ഉണ്ടാവാം, ഈ സമൂഹത്തിൽ എവിടെയൊക്കെയോ ഉണ്ടാവാം. അവരൊക്കെ അവരുടെ വേദനകളിൽ ഞങ്ങളോട് സഹകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിച്ചത്. അവരോട് ഒരുപാട് നന്ദി. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ഓൾ പുഷ്പഗിരി ഫാമിലിക്കാണ്. എന്തിനേക്കാളും സുന്ദരമായിരുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ 6 വർഷവും യൂണിയൻ്റെ പല പരിപാടികളുമായിട്ട് ഞാൻ ഈ പുഷ്പഗിരി ഫാമിലിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓൾ പുഷ്പഗിരി ഫാമിലി ഞങ്ങളുടെ ബാച്ചിനോട് കാണിച്ച സ്നേഹത്തിന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ചെറിയ വേഷങ്ങൾക്ക്, നിങ്ങൾ ചെറിയ നന്മകൾക്ക്, നിങ്ങളുടെ ചെറിയ വിമർശനങ്ങൾക്ക്, നിങ്ങളുടെ ശാസനകൾക്ക് ഒക്കെ ഒരുപാട് നന്ദി. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ഈ പരിപാടി ഞങ്ങളുടെ ബാച്ചിൽ തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി ഫുള്ള് വർക്കൗട്ട് ചെയ്ത് 2-3 മാസമായിട്ട് ഇവിടുത്തെ സ്റ്റേജ് എങ്ങനെ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ കരുതലോടെ മുമ്പോട്ട് നീങ്ങിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ വരുൺ കെ വർഗീസ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സ്റ്റേജിൽ കാണുന്ന ഓരോ അറേഞ്ച്മെൻറ്റും അവൻ വളരെ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അവന് എൻ്റെ പേരിലും ബാച്ചിൻ്റെ പേരിലും അവനോടൊപ്പം നിന്ന് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നെറ്റോ തോമസ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം നിന്ന നെറ്റോ തോമസിന് ഞങ്ങളുടെ പേരിലും ബാച്ചിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ള എൻ്റെ ബാച്ചിനോടാണ്, എൻ്റെ ഗ്രാജുവേറ്റ്സിനോടാണ്. ഇപ്പം എനിക്കിവിടെ നിൽക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനും നിങ്ങളും ഒരുപാട് വർഷങ്ങളായി സ്വപ്നം കണ്ട ഒരു ദിവസത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം അപ്പോഴും ഞാൻ തിരിച്ചറിയുന്നു, നമ്മുടെ ആ സൗഹൃദത്തിൻ്റെയും ചെറിയ കളിയാക്കലുകളുടെയും ചെറിയ സ്വാർത്ഥതകളുടെയും കാലം ഒരു ഓർമ്മയായി മാത്രം മാറുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു, ഒരുപാട് വിജയങ്ങളിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇനി നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയേക്കാം. പക്ഷേ സൗഹൃദത്തിൻ്റെ വലയം വീണ്ടും നമ്മളെ അടുപ്പിക്കട്ടെ. വീണ്ടും നമുക്ക് 10th ബാച്ചായി വീണ്ടും നമുക്ക് പുഷ്പഗിരിയിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പഴയ 10th ബാച്ചായി ചിന്തിക്കാൻ, ആ പഴയ ഊർജ്ജത്തോടെ ആയിരിക്കാൻ, ആ പഴയ ആർജവത്തോടെ ആയിരിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഗ്രാജുവേഷൻ സെറമണി മറ്റെന്തിനേക്കാളും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും ഈ ഒരു വലിയ ക്രൗഡിനോട് ഞങ്ങൾക്ക് ഒരിക്കലും നന്ദി പറയാനാവില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഒന്നിനും ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദി പറയാൻ ഒരു പക്ഷേ അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് നിർവൃതിയോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ഞങ്ങളാരും ഇതിനൊരു പക്ഷെ അർഹരാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്നെ പോലും ഇവിടെ നിന്ന് സംസാരിക്കാൻ പ്രാപ്തനാക്കി തീർത്തത്.
ഒരുപാട് നന്ദി. ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരാരും ചെറിയവരല്ല, അവരൊക്കെ വലിയവർ തന്നെയാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, Dr. Sargent, for those amazing words. Now,